കള്ളിക്കാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്ഫോടനം. പഴയ സാധനങ്ങൾ കത്തിക്കുന്നതിനിടയിൽ അതിൽ കിടന്ന അമിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സുരേഷ് എന്നയാൾക്ക് പൊള്ളലേറ്റു. പരിസരം ഒന്ന് വൃത്തിയാക്കുന്നതിലേക്ക് വേണ്ടി ക്ഷേത്ര കമ്മിറ്റി അംഗമായ സുരേഷ് അദ്ദേഹത്തെ സഹായിക്കുമെന്ന് വേറൊരാളുടെ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഏകതയായപ്പോൾ അവർ കുറേ ഭാഗം ക്ലീൻ ചെയ്ത് തീയിട്ട് ചവർന്നു. അപ്പോൾ ഉഗ്രമായ ഒരു സ്ഫോടനം. അതെന്താണ് എന്ന് അറിയില്ല. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം കേട്ടെന്നാണ് പറയുന്നത്. രാഹുൽ ജിനാഥ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഹുൽ, അനിഷ്ട സംഭവങ്ങൾ ഇപ്പോൾ ആരൊക്കെ പൊള്ളലേറ്റു എന്നറിയുന്നു, അതല്ലാതെ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടോ? ഇതെന്താണ് ശരിക്കും പറ്റിയത്? ഒരാൾക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഈ നെയ്യാർല ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഈ പാഴ്വസ്തുക്കൾ ശിഖരങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെയാണ് ഈ അമിട്ട് അതിൽ കിടന്ന് പൊട്ടിയത്. ഈ കത്തിക്കാൻ നിന്ന് ചുമതലപ്പെട്ടയാൾ സുരേഷ് പ്രദേശവാസിയാണ്, 58 വയസ്സുകാരനാണ്. ഇയാൾക്കാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റത്. അമിട്ട് പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ വെടിവഴിപാട് സ്ഥിരമായി നടക്കുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഭാഗമായി ഈ പൊട്ടിത്തെറിക്കാതെ ഒരു ഭാഗം മറ്റു സ്ഥലത്തേക്ക് പോയതാകാം, അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയതാകാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് ഈ പറയുന്ന അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണെന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും സ്ഥിരമായി വെടിവഴിപാടുള്ളത് കൊണ്ട് ഈ അമിട്ടുൾപ്പെടെയുള്ളവ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ്. ഇത് ഈ മാലിന്യത്തിൽ പെട്ടുപോയപ്പോൾ ഇത് കത്തിപ്പിടിക്കുകയും ഒടുവിൽ പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും സാരമായ പരിക്കാണുള്ള. നിലവിൽ സുരേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.